ഹായ്, ഇന്നൊരു കണ്ണൂർ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. എങ്ങനെയാണ് നോക്കാം. 7-8 പച്ചമുളക്, 10-20 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചെടുക്കാം. അതിന് ശേഷം 1 കപ്പോളം മല്ലിയില പുതിനയില അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതിന് ശേഷം 1 കിലോ എല്ലോട് കൂടിയ ബീഫ് വലിയ പീസാക്കിയതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളകിൻ്റെ ഹാഫ് പോർഷൻ, 1 പിടിയോളം മല്ലിയില പുതിനയില, ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ നാരങ്ങയുടെ ഹാഫ് പോർഷൻ നീരും കൂടി ചേർത്ത് കുഴച്ച് ഒരു കുക്കറിൽ 5 വിസിലടിച്ച് മാറ്റി വയ്ക്കാം. ശേഷം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല അരി 20 മിനിറ്റ് കുതിർത്ത് വെള്ളം പോകാൻ മാറ്റി വയ്ക്കുക. ഒരു 2 സവാള അരിഞ്ഞും മാറ്റി വയ്ക്കാം. ശേഷം ഒരു ചീനച്ചട്ടിയിൽ 1 കപ്പ് ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യിട്ട് ചൂടായി കഴിഞ്ഞ് സവാള വറുത്ത് കോരി എടുക്കാം. ചെറിയ തീയിൽ വറുത്ത് കോരി സവാള മാറ്റി വെച്ച ശേഷം സെയിം ഓയിലിലേക്ക് കാഷ്യൂം കിസ്മിസും വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ശേഷം സ്പൈസസ് റെഡിയാക്കി എടുക്കാം. 7-8 കുരുമുളക്, 2 ഏലക്കായ, ഒരു ചെറിയ പീസ്, 3-4 ഗ്രാമ്പു. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇത് ആഡ് ചെയ്ത് സ്പൈസസ് ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷം 2 കപ്പ് അരി അതിനകത്തേക്കിട്ട് 5 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 കപ്പ് അരി എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. അരി നന്നായി വെന്ത് മാറ്റി വയ്ക്കും. അതിന് ശേഷം ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ തുറന്ന് ബീഫിൻ്റെ വേവൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം 5 സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. 2 തക്കാളിയും അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ശേഷം ഒരു വലിയ പോട്ട് എടുക്കണം. ഇതിൽ തന്നെയാണ് നമ്മൾ റൈസ് ദം ചെയ്യുന്നത്. അതിനകത്തേക്ക് നേരത്തെ സവാള വറുത്ത് മാറ്റി വെച്ചതിൻ്റെ ഓയിലിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, സവാള, ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അത് ചെറിയതായി വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് 2 ടീസ്പൂണും കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വഴറ്റാം. അതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 4 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 2 പിടിയോളം മല്ലിയില പുതിനയില ഇട്ട് നന്നായിട്ട് വഴറ്റാം. അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ഒരു ചെറു തീയിൽ ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. മാറ്റി വെച്ച ശേഷം അതിനകത്തേക്ക് വേവിച്ച അരി ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്, സവാള, കിസ്മിസ്, മല്ലിയില എല്ലാം ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ